ഇത്ത ഇമ്മയും മുട്ടി തുറയൊക്കെ ശരിയായിട്ടില്ലല്ലേ? ഞാനും കരുതിയേ ഞാൻ ഒരാഴ്ച വീട്ടിൽ പോയി നിന്നപ്പോത്തിന് അവർ രണ്ടാളും എല്ലാം ശരിയായിട്ടുണ്ടാവും എന്നുള്ളത്. നല്ല കഥായി. ഒരു കണക്കിന് അതന്നെ നല്ലത്. ഒരു പാടയോട് പഠിക്കുന്നത് നല്ലതാണ്. നീ എന്നാണാവോ ഇത്താത്താന്റെ നേരക്ക് കയറല്? നിങ്ങളിപ്പൊ ചെയ്ത കാര്യം ഉണ്ടല്ലോ ഇത്ത, അത് കുറച്ച് കഴിഞ്ഞാല് ഇത്താക്ക് തന്നെ തലവേദന ആവും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ സ്വഭാവം വെച്ച് നോക്കാന്നുണ്ടെങ്കിൽ അവള് പാമ്പ് പത്തിയെടുക്കണം മരിക്കുള്ള സ്വഭാവമാണ് അവളടുത്ത്. ഇനി പഴയ പോലെ ഇമ്മ അങ്ങനെ ആവൂലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഞാൻ എന്താ ചെയ്യണമായിരുന്നത്? അവൾ അവിടെ ഒറ്റക്കിട്ട് പോരണായിരുന്ന അവള് വല്ല കടുങ്കയും ചെയ്തു പോരുന്നെങ്കിൽ ഞമ്മക്ക് തന്നെ അല്ലടി നഷ്ടം. നഷ്ടത്താ ഒരു നഷ്ടവും ഇല്ല. കാരണം എന്താണെന്നറിയോ? അവളെ നമ്മളെ വേണ്ട വെച്ച് പോയതല്ലേ. നമ്മളോട് സമ്മതം ചോദിച്ചിട്ടാണ് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് അല്ലല്ലോ. ഇതാണ് താൻ കുഴിച്ച കുയില് താൻ തന്നെ ഉക എന്നുള്ളൊരു ചൊല്ലില്ലേ, അതാണ് ഇപ്പൊ നമ്മളെ മുട്ടിക്ക് സംഭവിച്ചത്. ഞാൻ ഇപ്പൊ എന്ത് പറയാനാണ്? എല്ലാരും ഇപ്പൊ മുട്ടിന്റെ പേരും പറഞ്ഞാണ്ട് ഇന്നെ കുറ്റപ്പെടുത്തല്ലേ. കുഞ്ഞോനാണെന്നുണ്ടെങ്കിലോ എന്നോട് മിണ്ടണ പോലും ഇല്ല. സെലിങ്കാക്ക് തീരെ വിളിച്ചിട്ട് പോലും ഇല്ല. ഇത്തങ്ങളോട് ആർക്കൊരു ദേഷ്യമൊന്നല്ലത്താ, സങ്കടം കൊണ്ടാവത്ത. ഒന്നാമത് അവൾ ഈ കുടുംബത്തിന് ചെയ്തു വെച്ച നാണക്കേടുണ്ടല്ലോ, തേച്ചാലും മാറ്റാലും പോവോ? ഇല്ലത്താ, ഒരിക്കലും പോവൂല. ആ ഒരു സങ്കടം ഇത്താനോട് കാട്ടണമെന്ന് തന്നെ ഉള്ളൂ. അവളോട് പാരും മിണ്ടാനൊന്നും പോണില്ലല്ലോ. ഇത്തയാണ് അവളിങ്ങോട്ട് കൂട്ടിക്കൊടുന്നത്. ആ ഒരു സങ്കടത്ത ഇത്താനോട് കാട്ടുന്നത്, അല്ലാതെ ദേഷ്യം കൊണ്ടൊന്നല്ല എത്താ. നാളെ അവള് തന്നെ ഇത്താനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമം തുടങ്ങിക്കൊണ്ടിരിക്കും. നോക്കിക്കോണ്ടി. അങ്ങനൊന്നും ഉണ്ടാവില്ലടി. അവൾക്കിപ്പോ എല്ലാ കാര്യങ്ങളും മനസ്സിലായിക്കണ്. ബെസ്റ്റ്. ഇങ്ങക്ക് എത്ര കിട്ടിയാല് മനസ്സിലാവൂല. നല്ല സാധനം തന്നെ. ഡി, എനിക്കൊന്നും കഴിക്കാൻ വേണ്ടേ? ഇങ്ങനെ ഇരുന്ന് മോങ്ങിട്ടൊന്നും കാര്യമില്ല. ഓരോന്ന് ചെയ്തു വെക്കുമ്പോഴേ ആലോചിക്കണ്ടീന്ന്. അല്ല, ഈ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു മാസം കഴിയാറായി. ഇപ്പോഴും എന്റെ മോങ്ങലിനൊരു കുറവില്ല. ഇത്ത എന്നോട് പൊറുക്കിത്ത, തെറ്റു പറ്റിപ്പോയതാ. ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരണമെന്ന് കരുതിയതല്ല. പക്ഷെ ഷായിനാഥ് വിളിച്ചപ്പോ വന്നു പോയത്. ഞാൻ പോയിക്കോളാം ഇവിടുന്ന്. പെണ്ണെ, ഇപ്പൊ അനുഭവിക്കണൊന്ന് പോരാ എനിക്ക്. ഇവിടുന്ന് ഒരു സുപ്രഭാതത്തില് ഇറങ്ങിപ്പോയി, അതേപോലെ ഒരു സുപ്രഭാതത്തിൽ എങ്ങോട്ട് കേറി വന്ന് ഈ എന്താ കരുതിയത് അന്നെ പഴയ പോലെ സ്നേഹിക്കുന്നുള്ളതാ? ഈ എന്താ കരുതിയത് ഈ ചെയ്ത തെറ്റ് അത്ര ചെറിയ തെറ്റാണെന്നാ? ആ ഷായിനാഥ് ഉണ്ടല്ല, ഒരു പാവായതേ അനക്ക് നന്ദി. ശരി, ഞാൻ എന്നോട് പൊറുക്കാം. പക്ഷെ അന്റെ വല്യക്കാക്കിയും അന്റെ കുഞ്ഞിക്കാക്കിയും അന്റെ ഉമ്മി എന്നോട് പൊറുത്തിട്ടുണ്ടെങ്കിലും ഞാനും പൊറുക്കാം. ആര് പൊറുത്താലേ അന്റെ വല്യക്കാക്ക് എന്നോട് പൊറുക്കുന്നേ തോന്നുന്നുണ്ട് എനിക്ക്? ഒരിക്കലും ഇല്ല മോളെ, അതങ്ങനെയാണ്. പിന്നെ പ്രേമിക്കുന്നതേ തെറ്റൊന്നല്ല, പക്ഷെ ഈ തെരഞ്ഞെടുത്ത ആളാണ് തെറ്റായി പോയത്. പിന്നെ ഈ വീട്ടുകാരൻ മറച്ചു ചെയ്യാണ്ടുണ്ടല്ലോ, ആ മനുഷ്യൻ നയിച്ച സമ്പാദ്യം മൊത്തം കൊണ്ട് പോക്കാണ്. ഇത് എന്ത് പ്രേമാടി വേണേ? എനിക്ക് വേണമെങ്കിൽ ഭക്ഷണം വന്ന് കഴിക്കാൻ നോക്കുക, അല്ലെങ്കിൽ വേണ്ട. ഇത്ത എന്തിയെ? ഒന്നുമില്ല ബിയ. എന്നോട് കുറച്ച് മുന്നേ ഒരാളെ അടുക്കളയിൽ വന്നിങ്ങാണ്ട് എന്തൊക്കെയോ പറഞ്ഞു, കുറെ ഉപദേശങ്ങളൊക്കെ തന്നിട്ടാ. പക്ഷെ ഇപ്പതാ ഞാൻ നോക്കുമ്പോളേ ആ ആളെ മുട്ടിന് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വിളിക്കണ്. അത് ഞാൻ സ്നേഹം കൊണ്ട് വിളിച്ചതൊന്നല്ല. എത്ര ആയാലും കുഞ്ഞാങ്കാക്കാന്റെ പെങ്ങളല്ലേ. ആ പെണ്ണിനിപ്പേ പഠിക്കാൻ നന്ദിയില്ല ഷായിയെ. ഇണ്ടാൾ അനുഭവിച്ചതിന്റെ 7 എത്തിയപ്പോ ആ പെൺകുട്ടി അനുഭവിക്കുന്നത്. ഇത്ത കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, ഇപ്പൊ അതിനെ പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത്ത എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ. കുഞ്ഞോളെ പോലെ തന്നെ ഞാൻ ഉമ്മൂട്ടിനെയും കണ്ടിട്ടുള്ളൂ. ഇക്ക എന്തിനാ ദേഷ്യം ഷായിയെ? എന്നാലും ഉമ്മൂട്ടിക്ക് ഇനിയിപ്പോ ഒരു ജീവിതം ഉണ്ടാവുമോ? 1.5 കൊല്ലം ഒരാണൊരുത്തന്റെ കൂടെ ജീവിച്ച ഓളെ ഞാൻ ആരെങ്കിലും സ്വീകരിക്കാൻ വരുമോ? അറിയൂലത്ത. പക്ഷെ അവൾക്കൊരു ജീവിതം വേണ്ടേ? ഇമ്മാന്റെ സങ്കടമാണ് കാണാൻ വയ്യാത്തത്. ഇമ്മയാണെങ്കിലോ ഉമ്മൂട്ടിനോടൊന്നും മിണ്ടണ പോലും ഇല്ല.
അതിൻ്റെ ആള് കാര്യാക്കണ്ട. അവരുമ്മി മോളല്ല, എങ്ങനെ ആയാലും മുണ്ടാതിരിക്കൂല. ഞാൻ നാളെ അങ്ങോട്ട് ചെല്ലട്ടെ. ഞാൻ ഇപ്പൊ ഉമ്മുട്ടിനെ കണ്ടാലേ ശരിയാവൂല. പിന്നെ ഇനി ഇത്തങ്ങാന് ഉമ്മുട്ടിനെ കാണുകയെന്നുണ്ടെങ്കിൽ പഴയ കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറയരുത് കേട്ടോ. ഇൻ്റെ ആൾ അതിൽ പേടിക്കൊന്നും വേണ്ട. ഈ പഴുത്ത പിലാവില് വീകുമ്പോളേ പച്ചപ്പിലാവില് നിന്ന് ചിരിക്കണേ ആ സ്വഭാവം ഇത്താക്കില്ല. ഇത്താക്ക് 2 പെൺകുട്ടികളെ വളർന്നു വരുന്നുണ്ട്. ഇത്ത പോയിട്ടോ. തല കൊണ്ട് പൊട്ടി പൊളിയണ വേദന, എന്തൊരു പൊളിച്ചിലാണോ. അബിയേ, ഷായേ, ഇമ്മാന്റെ ഗുളിക ഉണ്ടായിന ഫ്രിഡ്ജിന്റെ മോളാന്ന് കൊണ്ട് കൊടുന്നേരി. ഉമ്മ എന്താ ഉമ്മ? ഞാൻ കൊടുന്നു തരാം. ഇക്കന്റെ ഗുളികയും വേണ്ട, ഒന്നും വേണ്ട. എന്നോട് പാറ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എടി, അന്നൊക്കെ ഞാൻ എങ്ങനെ നോക്കി വളർത്തിയാണെന്ന് അറിയാം എനിക്ക്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ആരോടാ പറയണേ? പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കൊറേ വയസ്സെട്ടി ഇങ്ങനെ പറഞ്ഞല്ലേ, എന്ത് കാര്യം. അന്യം കുഞ്ഞോനൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും കുറവ് വരുത്തിക്കണടി? ഒന്നും വരുത്തിയിട്ടില്ല. ഇജിപ്പര മുന്നിന്ന് പോകാൻ മുട്ടിയ ഇക്ക അൻ്റെതൊന്നും കേൾക്കും വേണ്ട, അറിയും വേണ്ട. കൊറേ കേട്ടില്ലമ്മ, ഇനി എന്ത് കേൾക്കാനാണ്? ഉമ്മക്ക് തല ഇങ്ങനെ പൊട്ടിപ്പൊളിയാണ്. ഇജൊന്ന് പോ. ഇക്ക എന്നോട് ഒന്നേ പറയാനുള്ളൂ. ഇഞ്ഞും ഷാഹിനാത്താന്റെ ജീവിതത്തിലോ സെലിക്കാക്കാന്റെ ജീവിതത്തിലേറ്റ കരിനീലാവാനാണ് എന്റെ പുറപ്പാടെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോണം എന്റെ പെരേന്ന്. ഇക്ക അത്ര എന്നോട് പറയാനുള്ളൂ. അന്നെ സ്നേഹിച്ചതിന് ചുമ്മാക്ക് തന്നീലേ, ആവോളം തന്നീലേ. ഉമ്മ എന്നോട് പൊറുക്കുമ്മ. ഞാൻ ഒരു തെറ്റും ചെയ്യൂല. ഞാൻ ചെയ്ത തെറ്റിനുള്ള ഫലാണെന്ന് ഇപ്പൊ ഞാൻ അനുഭവിക്കണത്. എന്നോട് പൊറുക്കുമ്മ. അജ്മലിന്റെ സ്വഭാവം ഒന്നും അറിയാതെ അവന്റെ പൊള്ളയായ സ്നേഹത്തിന് മുഴുവൻ പോയതാമ്മ. ഞാൻ ഒരുപാട് വിശ്വസിച്ച് പോയി മോനെ. ഉമ്മാക്കറിയോ, അവനെന്നെ എന്നും മദ്യപ്പിച്ചോണ്ട് തല്ലുമായിരുന്നു. എനിക്ക് ഇന്നുള്ള സ്നേഹം കൊണ്ടൊന്നല്ല അവനെ ഇവിടെ ഇറക്കി കൊണ്ടുപോയത്. അവന്റെ മുതല് കണ്ട് കൊണ്ടുപോയതമ്മ. ഞാനൊരു ജയില് കൈഹമായിരുന്നു അവന്റെ കൂടെ ജീവിച്ചത്. അവന്റെ വീട്ടുകാർ പോലെ അവനെ തിരിഞ്ഞു നോക്കൂലമ്മ. ഫ്രോഡാണെന്ന് പിന്നെ ഞാൻ അറിയണത്. രാവിലാത്ത വന്നില്ലെങ്കിൽ ചിലപ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിരുന്നമ്മ. ഉമ്മാന്റെ മുന്നോട് കൊടുക്കുമ്മ. ഇനി ഞാൻ ഒരു തെറ്റ് ചെയ്യൂല. കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? ഇജ അനുഭവിക്കാനുള്ളതും അനുഭവിച്ച്, ഞങ്ങൾ അനുഭവിക്കാനുള്ളതും അനുഭവിച്ച്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതിപ്പോ ചെല്ല്. ഈ ആരോടും ദേഷ്യമില്ല, സ്നേഹവും ഇല്ല, വെറുപ്പില്ല, ഒന്നുമില്ല. കന്നോട് ഒന്നേ പറയാനുള്ളൂ. നിന്റെ മക്കളെ ജീവിതത്തിൽ ഒരു ഇടങ്കോളിൽ ഇടരുത് ഇച്ചി. ഇക്ക് അത്ര എന്നോട് പറയാനുള്ളൂ. ഇജി കാരണം കുറച്ചൊന്നല്ല ഞാൻ ആ ഷാഹിനാത്താനെ കണ്ണീര് കുടിപ്പിച്ചിട്ടുള്ളത്. അത് ഇഞ്ഞുണ്ടാവാൻ പാടില്ല. അത്ര എന്നോട് പറയാനുള്ളൂ. ഇജിപ്പോ പോ. ഞാൻ കുറച്ചേരെ സമാധാനത്തിൽ ഇരിക്കട്ടെ. ബെസ്റ്റ്. ആ തള്ളറിഞ്ഞാ പിന്നെ ഈ നാട്ടുകാർ മൊത്തം അറിയാനേ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ആകാശവാണി ഒന്നല്ല, ആയിഷത്താന്റെ മാരിക്കല്ല സെക്കിനാത്ത. ഒരു വെടക്ക് തള്ളയാണ്. പൊന്നുത്ത, എന്ത് വെടക്ക് സ്വഭാവമാണ് ആ തള്ളൻ്റെത്. അവർക്കില്ലേ പെൺകുട്ടികൾ വളരുന്നേ. നമ്മളമ്മൂട്ടി ചെയ്ത് തെറ്റല്ല എന്നല്ല പറയണത്. എന്നാലും ഇമ്മൂട്ടിക്ക് ഇങ്ങനത്തെ ഒരു തലവിധി ഉണ്ടാവും. അല്ലാതെ ഇപ്പൊ എന്തെന്ന് പറയാ. ഇത്ത, നമുക്ക് അവളെ കല്യാണം നോക്കിയാലോ? ഇത്ത അതിന് മുൻകൈ എടുത്തു. ഇതും പറഞ്ഞുകൊണ്ടേ ഞമ്മാരുടെ അടുത്ത് കണ്ട് ചെന്നാ മതി. എന്നെ കൊല്ലാതെ കൊല്ലും ഉമ്മ. ഈ പറഞ്ഞ മാതിരി സെക്കിനാത്താന്റെ വരവില്ലേ,
നമുക്ക് ഏത് നേരം പ്രതീക്ഷിക്കാം. ഒരു കണക്കിനെ തെക്കിനകത്ത് അങ്ങോട്ട് വരണം, എന്നാലും ഉമ്മാക്കേ മുടിനോടുള്ള പിണക്കം തീരുള്ളൂ. അതെങ്ങനെ? ഇക്ക തള്ളനെ കാണുന്ന കലിയാണ്. ആ തള്ള എന്റെ കുട്ടിനെ കണ്ട അപ്പ പറയും, കണ്ണങ്ങനെ, മൂക്കിങ്ങനെ, തല ചെരിഞ്ഞിട്ട്. ഈ കുട്ടിക്ക് ഇല്ലാത്ത കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഉണ്ട് മോളെ. എത്ര ചീഞ്ഞതായാലും കെട്ടതായാലും സ്വന്തം മക്കളെ പറയുമ്പോഴേ ഏത് തള്ളക്കും പൊള്ളും. അതുപോലെ സെക്കിൻ താത്താന്റെ സ്വഭാവം വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ സെക്കിൻ താത്താന്റെ തൊള്ളേന്ന് വേട്ടക്കത്തരല്ലാതെ പോകൂല. അത് കേട്ട നമ്മളൊന്നും ഉണ്ടാതിക്കോ? ഒരിക്കലും ഇല്ല. വയസ്സിന് മൂത്തതായിപ്പോയി ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് ഞാൻ എടുത്തുകൊണ്ട് എന്നേ പൊട്ടക്കിണറ്റിലിട്ടിരുന്നു. അയൽവാസിയൊന്നും നോക്കൂല. ആ ജേ ഇപ്പൊ തന്നെ അങ്ങോട്ട് ചെല്ല്, പൊട്ടക്കിണറ്റിൽ എടുത്തിടാന്. അന്നവാണെങ്കിലേ തൂക്കി എടുത്തിടും. അന്റെ ഒരു കാര്യം. എടി മോജ് ഇവിടെ പുറത്തന്നെ ഉണ്ടാ? ആ സെക്കീനെ, അന്റെ മകൾ ഇങ്ങോട്ട് തന്നെ വന്നില്ലേ? അതിന്റെ തൊലിക്കട്ടി വല്ലാത്തൊരു തൊലിക്കട്ടി തന്നെ. ഇക്കേ 4 പെൺകുട്ടികളാ. ഇന്ന വരെ ഐറ്റങ്ങൾ ഒരു ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടില്ല. ഇതിപ്പോ എന്തിനാ ഓളം കണ്ട് കയറ്റിയത്? അല്ലെങ്കിൽ ഇപ്പോഴേ അന്റെ മൂത്ത മരോള് എന്തിനാ ഓളം കണ്ട് കൂട്ടിക്കൊടുന്നത്? ഓള് രണ്ടാളും കൂട്ടാവും. നല്ലോ ഉറപ്പുണ്ട് അന്റെ മൂത്ത മരോള് അന്റെ മകൾക്ക് കൂട്ടാവുന്നുള്ളത്. അല്ലേ അന്റെ മരക്കളൊക്കെ ഇപ്പൊ എവിടെ? ആ 2 മരക്കൾ ഉണ്ടായിട്ടേ ഇജാബ നിന്ന് മിറ്റടിക്കണത്. എന്തായാലേ ഞാൻ എന്റെ മകളൊന്ന് കണ്ടിട്ട് വരാം. ഇതിവിടെ എത്ത്. എന്തൊക്കെയാ നാട്ടുകാരോട് പറഞ്ഞു പറ്റാണോ? സമാധാനം എന്ന് പറഞ്ഞത് മനസ്സിൽ. ഇമ്മുട്ടിയ ഈ റൂമ് തന്നെ ഒരേ ഇരുത്താണ്. എല്ലാ എന്താ എന്റെ മുഖത്തൊരു ക്ഷീണോ? തെക്കിണ്ടാത്ത ഉള്ളിലുള്ളതിനെ അലസിപ്പിച്ചപ്പോളേ തിന്നാനൊന്നും തന്നില്ല എനിക്ക് എന്റെ പെരക്കാര്. ഇപ്പൊ എന്തൊക്കെയാ പറയണത്? അലസിപ്പിക്ക്. ഈ ചിന്നോടൊന്നും മറച്ചു വെക്കണ്ട. ഈ 1.5 കൊല്ലേ ഒരാണെത്തന്റെ കൂടെ നിന്നിട്ട് എനിക്കൊന്നും ഉണ്ടായിട്ടില്ലാന്ന് പറഞ്ഞാല് ഞാൻ വിശ്വസിക്കൂല. ഗുളിക തരിക മോൾക്ക് അതോ പച്ചമരുന്നോ? നമ്മളെ ഇഷ്ടത്തോടെ തന്നെ അല്ലേ അത് കളഞ്ഞിക്കണത്? അതോ ഷാഹിനാന്റെ നിർബന്ധത്താലായിട്ട് കളഞ്ഞതാണോ? ഈ ചിത്താനോട് പറഞ്ഞോ? ഇത്ത ആരോടും പറയില്ല. എത്ര മാസായിന്ന്? 3-ാം മാസോ? ഇത്ത എന്തൊക്കെ നിങ്ങൾ അവളോട് ചോദിക്കണ്? ഇത്ത കണ്ടിരുന്നോ അവളെ കുഞ്ഞിനെ ഞങ്ങളെ നശിപ്പിച്ചത്? അത് മോളെ ഞങ്ങളെ വീടിന്റെ ഉള്ളിലെ കാര്യങ്ങൾ അറിയാനേ എന്താ ആവേശം നിങ്ങക്ക്? എന്താ മോളെ? ഇമ്മേണ ഇവരെ മുടിന്റെ അടുത്തൊക്കെ പറഞ്ഞയച്ചേ? ഞങ്ങളെ വീട്ടിലെ കാര്യങ്ങളുണ്ടല്ല അത് ഞങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങളത് ആലോചിച്ചിട്ടേ തല പുണ്ണാക്കണ്ട. ഇവളെ ജീവിതം നോക്കാനേ ഞങ്ങൾക്കറിയാം. ഇത്തപ്പോ പോവാൻ നോക്കി. ഓ ഞാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇപ്പൊ നല്ല കാര്യങ്ങളാണല്ലോ നിങ്ങളെ ഈ വീട്ടിന്റെ ഉള്ളിൽ നടക്കുന്നത്. ഈ എന്തിനാടി കരയണ്? അന്റെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? ഉമ്മ ഇവളോട് നിങ്ങളെ മിണ്ടാതിരുന്നിട്ടേ ഒരു കാര്യമില്ല. ഇവള് നിങ്ങളെ മകളല്ലാതെ ആവൂലമ്മ. വാശി വിടിമ്മ, മതി. എന്തിനാണ് വെറുതെ വാശി കാട്ടുന്നത്? ഇവൾക്കൊരു തെറ്റ് പറ്റി, അത് അനുഭവിക്കുന്നതിനെക്കാട്ടി കൂടുതലോളം അനുഭവിച്ച്. അത് പോരമ്മ.
തിരയെ വിധി തൻ നിഴലായി പ്രിയനേ നീയങ്ങു പോയി കണ്ണീരിൽ ഞാനുമേകയായി ദൂരേക്കു മാഞ്ഞു നീ ഹൃദയം നിറയെ സ്നേഹം തരുമോ മറുജന്മ